അതേ കൂടി ഞാൻ നടന്നു പോകുന്നു. അവന്റെ മീല് ചാണാ പറ്റിക്കുന്ന മീല്. കണ്ടോടോ സ്റ്റേജ് കണ്ടോടോ. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ലൂഫി, ഹാപ്പി ബർത്ത്ഡേ ലൂഫി. ലൂഫി എത്ര വയസ്സായി ലൂഫി? 90 വയസ്സ്. വെമ്പയറാടാ നീ? ഞങ്ങക്ക് ഇച്ചാരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രായം. ഇതാരാണ് ഇവനേതാ? എന്നെ മറന്നു പോയിക്കണം. നീ ഏതാ? എല്ലാമാരൊന്നും മിണ്ടാതിരിക്കോ ഇവിടെ നോമാ ആ കേക്ക് ഭാഗ്യ കഷ്ടം കേക്ക് ആനപ്പിണ്ടത്തിന്റെ കേക്കാന്ന് പറയുന്നത് വയ്യ. എന്തോ ആനപ്പിണ്ടോ? ഒരിക്കൽ അടിച്ചത് കളിച്ച് പിന്നെ കേക്ക് മുറിച്ച് കഴിക്കാൻ പറ്റുമോ? എന്താ എനിക്ക് സ്ലാങ്കാക്കല്. അതെ, 26 തികഞ്ഞേക്കുന്ന കൊമ്പനും 19 തികഞ്ഞേക്കുന്ന ലുഫിയും സ്റ്റേജിലോട്ട് വന്ന് അവരവരുടെ എക്സ്പീരിയൻസ് ഇത്ര നാള് ജീവിച്ചോണ്ട് എന്തുണ്ടാക്കി എന്നൊന്ന് പറയേണ്ടതാണ്. ബർത്ത്ഡേ ദിനമായതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പീച്ച് ഒക്കെ ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സൈലന്റ് ആവുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനം. മോട്ടിവേഷനിൽ എനിക്ക് സ്പീച്ച് അറിയാൻ തോന്നില്ല കേട്ടാ. ഞാൻ അവരുടെ ഡയലോഗ് നിർത്തുമ്പോൾ അപ്പൊ തന്നെ സൗണ്ട് വേണം. ഇന്ന് എന്റെ ജന്മദിനത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതാണ്. നമ്മൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും തന്നെ ഒരു ആഘോഷമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം പ്രത്യേകമാണ്. കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ മറ്റൊരു വർഷത്തിന്റെ തുടക്കമാണ്. സുഹൃത്തുക്കളാണ് ജീവിതത്തിലെ മനോഹരമാക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സന്തോഷം എനിക്ക് സാധ്യമായിരുന്നില്ല. കുറെ തെണ്ടുകളെ നിങ്ങൾ നൽകിയിരുന്ന എല്ലാ സമ്മാനങ്ങളും അതിലുപരി നൽകിയിരുന്ന മനസ്സിന്റെ ചൂടിനും 1000 ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് ചിരിച്ചും ആഘോഷിച്ചും നല്ല ഓർമ്മകൾ ഉണ്ടാക്കിക്കൊണ്ടും പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഏതാണ് സത്യം? എന്നെ പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുതും കൂടി പറയാം. ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് കേട്ടെ നിന്റെ ബർത്ത്ഡേ യൂക്കറാണ് സംസാരിക്കുന്നത്. പറ എന്താണ് നിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഇവൻ എന്താ ഫീലിങ്സ് ഇല്ലാത്ത ജീവി. നീ നമ്മളെ ഗാങ് കേട്ടിച്ചുള്ള കാര്യം പറ. ഇറങ്ങിപ്പോ നീ ഒരു പൈന് പറയണ്ട, ഞാൻ പറയാം. അച്ചർക്കൻ ഒരു ഇന്റർവേർട്ട് ആണ്, അതുകൊണ്ട് ഞാൻ പറയാം. ഗാങ്ങിൽ കയറിട്ട് ഇത്രയും നല്ലൊരു അച്ചടക്കവും മാന്യമായ ഒരു പയ്യനെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ഗാങ്ങിലില്ല. ഉണ്ടായതിന് പയ്യനുണ്ട്, മുന്നിൽ ഇത് കുണ്ടി കുളിക്കൊണ്ടിരിക്കുന്നു. അവ ഇപ്പൊ ഒരു 6 പയ്യായി മാറിയിട്ടുണ്ട്, അഖിൽച്ചോടെന്ന് പറയും. അപ്പം അതുപോലെ തന്നെ നല്ലൊരു മാന്യമായ പയ്യനാണ് ചെറുക്കൻ. അപ്പൊ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും ലൂഫിക്ക് വേണ്ടി ഞാൻ നേരിടുന്നു. മതി. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഈ സ്റ്റേജ് നിർമ്മിച്ച കമ്മിറ്റ്മാർ എടുത്തോണ്ട് മാറ്റി പോടാ. ആയിരത്തിലേക്ക് നിന്റെയാ നിന്റെ ബർത്ത്ഡേക്ക് ഇതിനെക്കാട്ടി വലിയ സ്റ്റേജ് വേണ്ട പുഷ്പ. നമ്മള് ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ തുടക്കമല്ലേ പുഷ്പേ? ഹലോ, ഇപ്പം ഗാങ്ങിൽ ഇപ്പൊ കറന്റ് കളിച്ചോണ്ടിരിക്കുന്ന ഓരോരോ പ്ലേയേഴ്സിനും കൊമ്പനെ ലുഫിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജിലോട്ട് കയറി ഒന്ന് പറയാം. ഓരോരുത്തരായിട്ട് ന്യായമായ കാര്യങ്ങൾ പറയാനുള്ളവർക്ക് കയറാം. പുഷ്പേനെ അങ്ങോട്ട് റിജക്ട് ചെയ്തിരിക്കുന്നു. പുഷ്പ ജന്മദിനത്തിലാത്ത അഭിപ്രായം ആർക്കും ഒരു അഭിപ്രായം പറയില്ല, എല്ലാം പ്രതിമകളാ. സഹോദര നാട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കൊമ്പാറ്റിന്റെ 26ാമത്തെ പിറന്നാളും ലൂഫിയുടെ 19ാമത്തെ പിറന്നാൾ 19ാമത്തെ പിറന്നാളും ആഘോഷിക്കാൻ വേണ്ടിയാണ്. കൊമ്പാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊക്കെ കൊമ്പാച്ചൻ
എന്ത് പറയാൻ എനിക്ക് അയ്യോ സ്റ്റേജിൽ കയറി വാക്കുകൾ എടാ, ഞാൻ പറയാം സീരിയസ് പുഷ്പ തിരിതായിട്ട് പറയാം. ഞാൻ പറയാം ആദ്യം കൊമ്പനെ പറ്റി പറയാം. കൊമ്പനാണെങ്കിൽ എ ബ്രദർ ഫ്രം അനദർ മദർ. അത്രയുള്ള പുഷ്പേ, പുഷ്പയുടെ വാക്ക് നെല്ല വാക്കൊക്കെ വരുമോ? പിന്നല്ലാണ്ട് കൊമ്പനുണ്ടല്ലോ, എനിക്ക് ഇന്ന് ഞാൻ ഗ്യാങ്ങിൽ കയറി എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തും തുറന്ന് പറയാം. നമ്മുടെ കൂടെ എന്തിനു കൂടെ ഉണ്ടാവും, എന്ത് ചോദിച്ചാലും തരും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു എന്താ പറയാ, I am concluding my words. I am very speechless. I am concluding my words. ലൂഫിയെ പറ്റി ഉണ്ട് വാക്ക്. ലൂഫിയെ പറ്റി പറയുകയാണെങ്കിൽ ഇച്ചയ അവനൊരു ഇൻട്രോവേർട്ട് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ. വേറെ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, അവൻ നമ്മളെ എന്താ പറയാ, നമ്മളെ മൈറങ്ങി പോളാണ് ഒരു കാര്യം അറിയത്തില്ല. ഒരുപാട്. അതുകൊണ്ട് ഞാനും ഇമോട്ടഡ് എല്ലാം അഖിൽ ചോടാ. നീ എന്നിട്ട് ഇമോട്ടഡ് നേരെ എടുത്തിട്ട് കടലിൽ കളഞ്ഞു. നീന്തി വരട്ടെ. എടാ ഞാൻ പറയട്ടെ, ഒരു ലിമിറ്റഡ് ആകുക. എല്ലാവരും പറയുമ്പോഴത്തേ നാളെ ആവും. കുറച്ച് ആൾക്കാർ കയറി പറഞ്ഞിട്ട് എനിക്ക് നിന്റെ അടുത്ത് പറയണ്ടെന്നല്ല പറ. ഇല്ല ഞാൻ പറയാം. പറഞ്ഞിട്ട് വേറെ പരിപാടിയുണ്ട്. നമ്മുടെ നമുക്ക് വേണ്ടി മുന്നില് കൂച്ചിപ്പണിക്ക് ഇറങ്ങി പോണ കേക്കണ്ടോ ഹലോ കേക്ക നീ പറയണോ? കൊമ്പാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ എല്ലാം ആണ്. മനസ്സിലായ ഡോക്ടറാണ്, പ്ലംബറാണ്, തന്തയാണ്. നമ്മക്ക് ഓരോരുത്തർക്കും വേണ്ടി കൊമ്പാച്ചൻ മുന്നിൽ നിൽക്കും. മനസ്സിലായോ? ഫ്രണ്ടിൽ നിൽക്കും. തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാൻ കിടന്നുറങ്ങുവാണെങ്കിൽ കൊമ്പാച്ചാന്ന് വിളിച്ചാൽ ഫ്രണ്ടിൽ നിൽക്കും. മനസ്സിലായി? ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ ഒരു ഫോൺ വിളിച്ചാൽ അപ്പൊ എത്തും അവിടെ. കൊമ്പാച്ചാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറ. എന്താ എനിക്ക് ഒരുമാതിരി ഊമ്പിത്തരം കാണിക്കുന്ന എന്റെ സ്വന്തം ചെറുക്കനാണ്, പാവമാണ്, ഞാൻ കാര്യമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട. നമുക്ക് ഓവർ സമയമില്ല, വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെൽക്കം. എടാ നീ പറയുന്നുണ്ടാകില്ലേ? സ്റ്റേജിൽ കയറി പറ. ആ ഓക്കെ. എടാ നീ ഡൗൺ തോർത്താ മണ്ണിനടി പോയിരിക്കുന്ന. പറ ഹാപ്പി ബർത്ത്ഡേ കൊമ്പാച്ചാന്റെ ലൂബി. എല്ലാം പ്രമാണിച്ച് നമ്മുടെ മാമച്ചന്റെ വക ഒരു 2 ലൈൻ പാട്ട് അതൊന്ന് അവതരിപ്പിക്കുന്നതായിരിക്കും. മാമച്ചൻ, വെൽക്കം ടു ദ സ്റ്റേജ്. പരിപാടികൾ ഉഷാറാക്കാൻ ആദ്യമായി മാമച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരും പ്രോപ്പർ ആയിട്ട് കേൾക്കണം എന്തിനു പാടുന്നത്. നല്ല ഊമ്പിത്തിരൊക്കെ ആയിരിക്കും. അവ എന്നെ പറ്റി നല്ലൊരു പാട്ട് പാടിയതാ മുമ്പ. കുറച്ച് മൈക്കിന്റെ അടുത്തോട്ട് നിൽക്കേണ്ടതാണ് മാമച്ചൻ. ഉറക്കെ പാടുന്നതാണ്. ആ കേൾക്കാം. ബർത്ത്ഡേ കൊമ്പാച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാരും ഉണ്ടായിരിക്കണേ. അങ്ങനത്തെ പാട്ടൊന്നും എനിക്ക് പാടറിയില്ല. എടാ ഗോക്കു ഇറങ്ങി പോണത്. ആ പാടിക്കോ. പാടത്തെ 5-6 ലൈനുള്ള കേട്ടോ. ഓ ഉള്ള പാട് മാമച്ചാ. ിയെ വിറപ്പിക്കുന്ന ധീരനാ കൊമ്പൻ, പേര് കേട്ട പേടിക്കുന്ന നാടിന്റെ കൊമ്പൻ, ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യനാ കൊമ്പൻ, ഗാങ്ങിന്റെ ലീഡറാ കൊമ്പൻ, ഗാങ്ങിന്റെ മെമ്പേഴ്സിന്റെ മനസ്സറിയുന്ന കൊമ്പൻ, ഗാങ്ങിന്റെ ഹൃദയത്തിലേറ്റിയൊരു കൊമ്പൻ, ഗാങ്ങിനെ തൊട്ടാൽ ഇടയുന്ന കൊമ്പൻ, ഗാങ്ങിന്റെ പവറാണ് കൊമ്പൻ. ബ്രദർ ഗുഡ്. അതിമനോഹരമായ ഒരു ഗാനം സമർപ്പിച്ച മാമച്ചന് ഒരുപാട് നന്ദിയുണ്ട് മാമച്ചൻ. അടുത്തതായി ഒരു ലഘുഗാനമായി സേവിയർ വെൽക്കം ടു ദ സ്റ്റേജ്. സ്റ്റേജ് അല്ല സ്റ്റേജ്. കുളിക്കതാ ൂക്കറൊന്നുമില്ല, നീ പാടിക്കോ. പാടോ സേവിയർ നാണിച്ചു പോകുന്ന. ഇത് കഴിഞ്ഞിട്ട് ജിപ്സിയുടെ ഒരു സോങ് ഉണ്ടാവുന്നതായിരിക്കും. ഇംഗ്ലീഷിന്റെ ശ്ലോകം. വെൽക്കം സേവിയർ. പാടിക്കോ. ഒരു മിനിറ്റ്.
നീ ബുക്ക് എടുക്കാൻ പോയാ കസ്റ്റം ഞാൻ വയ്യ പടം വയ്യ ഞാൻ ഞാൻ പാടിയില്ല ഞാൻ പാട്ട് പോലും പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ പാടിയേ കൊമ്പാച്ചിന്റെ ബർത്ത്ഡേ പ്രഭാടി മലയാള പാട്ട് പാടാൻ ശ്രമിക്കും. എല്ലാവർക്കും യശസ്വരീരനായ കൊമ്പാച്ചന്റെ എല്ലാ കൈമുറി കേക്കാനല്ലേ പാടിക്കൂടാ നീ പടക്കി പാതിചാരും നിന്റെ കണ്ണിൽ നീലജാലകമോ മാഞ്ഞു പോകും മാരിവില്ലിൻ മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോ വെറുതെ തുറന്നു തന്നു നനഞ്ഞു നിൽക്കുമഴകേ നീ എനിക്കു മാത്രം ജൂണിലെ നീലാമഴയിൽ നാണമായി നനഞ്ഞവരെ നീ മയങ്ങും മഞ്ഞുകൂടൻ മുഖമാനസം പാടയോ കൈവിട്ടായിട്ടാ നീ തലോ നേർത്ത വിരലിൽ സൂര്യഗോപ ടൈമോട്ട് ഇടരുന്ന് പറഞ്ഞിട്ടുണ്ട് ടൈമോട്ട് ഇടല്ലേ ഇതളായി ഊക്കറെ വിരിഞ്ഞ പൂവ് ഹൃദയം കവർന്നു തന്നു ഒരു നിൽക്കുമുയിരേ നീ എനിക്കും കരാൻ മാത്രം. നന്ദി, നമസ്കാരം. പുഷ്പയുടെ മുഖത്ത് എപ്പോഴാ അപ്പൊ അടുത്തതായി ജനമനസ്സുകൾ അറിഞ്ഞ് ഞാൻ ഇച്ചായനെ ക്ഷണിച്ചു. ഞാൻ പാടുന്നില്ല കാച്ചി ചായ പരിപാടി ഈ പരിപാടിക്ക് കമ്മിറ്റി ആയിട്ട് എനിക്ക് ബന്ധമില്ല. ഹലോ അസ്സലാമലൈക്കും. ഈ പാട്ട് ഞാൻ കൊമ്പാച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സമയമായി രഥത്തിൽ ഞാൻ കമലഗണം കവിളണിയിൽ സിന്ദൂരം. ആ ശവത്തിനെ ആരും പിടിക്കണ്ട. നമുക്ക് വേണ്ടിട്ട് ഇത്രയും അതെ, അടുത്തതായി TJ ജോസൂട്ടി, വെൽക്കം ടു ദ സ്റ്റേജ്. ഒരു പ്രശ്നമില്ല, ഒരു പാട്ട് ഒരു പാട്ട് കൂടെ ഉണ്ട്. പച്ചക്കറിക്കായി തട്ടില് വേണ എനിക്ക് അറിഞ്ഞൂടത് അത് ഏതാണ് കൊള്ളാം. പാട്ട് ഞാൻ മാറ്റിച്ചത് ഏതാ അതൊക്കെ ഉണ്ട്. ബർത്ത്ഡേ ആവട്ടെ. കേക്കാവോ? കൊറേ ഞാൻ ഈ പാട്ട് പാടിയിട്ട് എന്നാലും ഈ സമയത്ത് പാടാൻ തോന്നുന്നു. തെറ്റുകളുണ്ടെങ്കിലും എല്ലാം ക്ഷമിക്കണം. തനിയേ മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ മന്നേറും വിണ്ണോരം മഴമാഴും പോലെ കുന്നോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലാൽ വഴി തേടണം ഒരു മാഴിൽ ചിറകേറണം ആശതൻ തേരിലിൽ പറന്നുവാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേറണം നന്മകൾ പൂക്കുമീ
പുലരി തേടി നീ ഒഴുകണം. ലൂഫിക്ക് വേണ്ടി വരാൻ പാട്. ലൂഫിക്ക് വേണ്ടിയാ. ലൂഫിക്ക് വേണ്ടി പാട്ട്. ലൂഫിക്ക് വേണ്ടി കാരണം അത്രേ ഉള്ളൂ എന്റെ കൂടെ. അപ്പം നല്ലൊരു ഗാനം ആലപിച്ച TJ ജോസൂട്ടിക്ക് നന്ദി. അടുത്തതായി TJ നിക്കി, വെൽക്കം ടു ദ സ്റ്റേജ്. അവര് പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ പട്ടി മോനെ എന്താ പാടാ. കൊമ്പാറ്റിന്റെ മാസ്റ്റർ പീസ് സാധനം തന്നെയാണ് നമ്മൾ പാടാൻ പോണത്. വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സാധനം. കേറുന്നില്ല മൈക്ക്? കേൾക്കുന്നില്ല. കേക്കാവോ? പച്ചക്കരിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി കുമ്പാളി ചാഞ്ചാട്. പച്ചക്കരിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി തെറ്റിക്കല്ലേ. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ള കണ്ണീരൊഴുക്കി. തക്കാളി പപ്പാളി പിച്ചിങ്ങ പച്ചക്കറി ഞാൻ ലൂഫിക്ക് വേണ്ടി പാട്ടോടെ പാടുന്നതാണ്. ഇരുട്ടില് മിത്തവയാണ് ലൂഫിക്ക് വേണ്ടി ഞാൻ പാടാൻ പോകുന്നത്. കൊമ്പന് വേണ്ടി ഞാൻ പാടേ അല്ലേ. ഇത് പാടാൻ ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞത്. പാടാൻ പറഞ്ഞപ്പോ പിന്നെ പാട്ട് പാടില്ല മോശമല്ലേ. മേരെ മനിയെ ബതാത്തെ തോ किस और चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू. जो है हन कही जो है हन सुनी, वो बात क्या है बता. मितवा कहे धड़कने तुझसे क्या, मितवा ये खुद से नो. വിഷയം ഗാനം. അപ്പം ഇപ്പൊ നമുക്കൊരു വീഡിയോ കാണാനുണ്ട്. അതുകൊണ്ട് കൊമ്പനും ലൂഫിയും താപ്പോട്ടിറങ്ങിക്കണ്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറക്കി തള്ളിയിരിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. എന്റെ മോണ്ടേജ് കാണാൻ പോണത്. കൊമ്പാച്ചന്റെ ബർത്ത്ഡേക്ക് പുഷ്പയുടെ ഇന്ദ്ര കേക്കിന്റെ വില കയറി വന്നു. അടിപൊളി. ആദ്യം പറഞ്ഞ കേട്ടില്ലല്ലേ? ഇല്ല ഇല്ല പാട്ടാ. അയ്യോ ആള് മാറിപ്പോയി. സോറി. എടാ വീഡിയോ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ തുണ്ടിയോടിയല്ല ഇറങ്ങിയത്. കൊമ്പൻ അതെ 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 കടലിലെ കൊമ്പൻ കേട്ടിട്ടുണ്ട്. ഇത് കരയിലെ കൊമ്പനാണ്. അർജുൻ അല്ല. പലരുടെയും കാഴ്ചപ്പാടിൽ അവൻ യൂസ് ആളായിരിക്കണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നൗഫലിനെ സംബന്ധിച്ച് ബിഗിനിങ് മുതൽ നൗഫലിന്റെ കൂടെ നിന്നാണ് ഇക്കാന്ന് വിളിക്കുന്നതിൽ ആത്മാർത്ഥ 100% കാണിച്ച ഒരാളാണ്. എല്ലാവരും എനിക്ക് വേണ്ടി കൊമ്പനൊരു കൈയടി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് മൊമെന്റ് കൊമ്പനെ തന്നെ കൊടുക്കുകയാണ്. ചേട്ടാ ഉൾക്കഥ ഇങ്ങനെയാണ്.
എത്ര ഉള്ളോ അതെ മെത്തിലെ വെച്ചായിരുന്നു ഇത് TJ കൊമ്പന് ഹേറ്റ്സ് സമർപ്പിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. ഹേറ്റ്സ് എത്ര ഉള്ളോ അടുത്തതായിട്ടൊരു പാട്ടാണ് കേട്ടോ. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ട് കൊമ്പന് വേണ്ടിട്ട് ഈ പാട്ട് ഇതിന് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കേട്ടോ. പണിവാളിയെ ഓ അപ്പൊ സ്ട്രീമിന് 1 മാസം കഴിഞ്ഞിട്ട് കാണാം. സ്ട്രൈക്ക് കിട്ടും, സ്ട്രൈക്ക്. എന്താ അമ്മേ ഇത് തീർത്തുന്നു ഉക്കറ ഇങ്ങനെ തീർത്തത് ഉക്കറ രക്ഷിക്ക് കൊമ്പന്റെ RC അല്ലേ ഇരിക്കുന്നത് നമ്മുടെ ബ്രോഗോ എന്താ ആന എന്റെ വന്നേ ഫ്രണ്ട് ഓടി ഫ്രണ്ട് കണ്ണൊക്കെ തിളങ്ങി നോക്കി വിഷയടാ ആണോ ചെയ്തേ റെഡി ഇല്ലേ ഇതാണ് ചെയ്തേ അപ്പൊ അടുത്തതായിട്ട് അഖിൽ ജോഡ് ആൻഡ് ടീമിന്റെ ഒരു ഡാൻസ് ആണ്. അപ്പം വെൽക്കമിങ് അഖിൽ ജോഡ് ആൻഡ് ടീം ഫോർ ഡാൻസ്. ഓ അത് വൈബ് തിരിഞ്ഞു നോക്ക്. ഫ്രണ്ടിലോട്ട് നോക്കാൻ അത് ഫ്രണ്ടാണ് പൊട്ടാ ബാക്കാണ് അത്. ഓ ജിപ്സി അമ്മ നടന്നു വരുന്ന നോക്കടാ. ഓ ആർക്കറിയാം അത് LGBT കൂടെ അല്ലേ എന്തിനാ അത് കളി മാറിയാ. ഓ ധാരക്കത് ഇനായത്ത് അഖിൽ ജോഡ് നിക്കി അത് റൈറ്റ് സൈഡിൽ പോന്നിട്ട് ചുമലമുടി അതാണ് അമ്മാവനോക്കെ. ഓ പറടാ അപ്പം പറടാ 10 കോടി ഉണ്ട് ഗ്യാങ് ഫണ്ട് ആയിട്ട് എടുത്തോ. പോവാൻ ആലോചിച്ചിട്ട് എന്റെ 10 കോടി വെറുതെ നാട്ടുകാര് എല്ലാവർക്കും അപ്പം അഖിൽ ജോഡ് ആൻഡ് സംഘത്തിന്റെ ഒരു ഡാൻസ് ആണ്. അഖിൽ ജോഡിന്റെ ടീമിൽ ആരൊക്കെയാന്ന് അഖിൽ ജോഡിനോ അല്ലെ ഓരോരുത്തർക്കായിട്ട് വന്ന് പറയാം ആരൊക്കെയാണ് ഡാൻസ് കളിക്കാൻ പോണേ. അത് വേണ്ടത് ഒരാളൊന്ന് പറഞ്ഞത് ഓരോരുത്തരൊക്കെ വരുമ്പോൾ നാളെയോ അഖിൽ ജോഡ് വന്നങ്ങ് പറഞ്ഞ ആരൊക്കെയാന്ന്. മൈലെ വന്ന് പറഞ്ഞിട്ട് പോകുന്നതിന്റെ പറി ആകെ 4, 3, 5 പേരുണ്ട്. പിന്നൊന്ന് കൊച്ചുകുഞ്ഞ അമ്മാവൻ തിരിഞ്ഞോടിക്കോ. ഡിങ്കയില്ലടാ. അപ്പൊ എല്ലാരും സ്റ്റേ ബാക്ക് ആൻഡ് എൻജോയ്. ഇതാണ് പാട്ട്. ഡാൻസ് മറന്നുപോയോ? പാട്ട് തുടങ്ങി. എല്ലാം കൊളാക്കിയിട്ടുണ്ട്. അല്ല വിനായകത്തെ എന്താ കളിക്കുന്നേ? ആരെ അടിച്ച് അഖിലല്ല അഖിലിക്കാണ് അടിച്ചത്. ഇറങ്ങി പോണ 4, 3, 5 ഡാൻസ് കളിക്കുന്ന നീയൊക്കെ. എടാ ഇതിനകത്ത് എന്താണ് കാണിക്കുന്നത്? കുട്ടിപ്പെട്ടിയിലാക്കിയ ശരി തന്നെ. എടാ ഇതിനകത്ത് ആ ഫ്രെയിമിന്ന് മാറിപ്പോടാ. നീ മാത്രമേ കൊളാക്കിയുള്ളൂ. തീരുമാനം വീക്ഷണത്തിൽ വിജയമെന്ന്
ഇതൊക്കെ എന്താ ഇത്? അതെന്താ മൈരം കാണിക്കുന്നേ? എന്താ കാണിക്കുന്ന നീ? അല്ല ഇതില് പുഷ്പയാണ് ചേച്ചേട്ടാ. ഇതില് പുഷ്പയാട്ടാ സ്കോർ ചെയ്തത്. വളരെ മോശമായ ഒരു ഡാൻസ് കാഴ്ചവെച്ച അഖിലോടെ സംഘത്തിന് നന്ദി. അല്ല നിങ്ങളെ അത് സത്യം പറഞ്ഞ ഇതില് പുഷ്പയാണ് കത്തിച്ചത്. അതുകൊണ്ട് അവൻ ഇത് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൈസ് കാണുന്നതായിരിക്കും. പറയൂ. സ്റ്റെപ്പ് പറഞ്ഞു തരുന്ന ആളാണ് ആദ്യം തന്നെ കത്തിപ്പോയത്. അപ്പൊ പിന്നെ എന്തായാലും നിങ്ങൾ മുമ്പിയല്ലോ പറഞ്ഞിട്ട്. അപ്പൊ അത് കൊള്ളായിരുന്നു. മാറിയിരിക്കും. അതിന് എന്താ പരിപാടി ചേർത്തത്? അടുത്തതായിട്ട് നമുക്ക് കലാശക്കൊട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ 12 സമയം ഒന്നും ചെയ്യില്ല. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ കൊച്ചോജിനെ പിന്നെ അണിയറ പ്രവർത്തകരായ എല്ലാവർക്കും എന്റെയും സിജിയുടെയും ചായന്റെയും കൊമ്പാറ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, അതിൽ വലിയ ഖേദമുണ്ട്. എന്നാലും ഇത്രയും കിടലമാക്കി എല്ലാവർക്കും പോപ്സിനും നന്ദി. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ DJ പ്രിൻസിനെ ആ സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്നു. അവനെന്ത് പറയുന്നത്? അല്ലല്ല അവനെന്ത് എക്സ്ട്രോവർട്ട് ആയി അവൻ. വെൽക്കം ടു ദി സ്റ്റേജ്. DPA we are welcoming DPA. കറക്റ്റ് ടൈമില് വൈമാപ്പ് വന്നോണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് അറിയാല്. 70 കസ്റ്റംസിലെ നൂറിന് ഹൈപ്പിനിക്സ് എന്ന് പറഞ്ഞ വൈമാപ്പ് ചെയ്ത ആൾക്കും പിന്നെ ഈ സർവർ ഡെവലപ്പ് ചെയ്ത ഹെറിനും SL ഡെവലപ്മെന്റ് സൈഡിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ കൊമ്പനും ലൂക്കിക്കും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഇത്ര ഈ സർവർ ഡെവലപ്പ് ചെയ്ത SL ഡെവലപ്മെന്റ്സിനും 70ക്ക് പിന്നെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഗോസ് ടീമിനോട് നന്ദി പറയുന്നു. കുറെ കാര്യങ്ങൾ അവരും സഹായിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു, അതുകൊണ്ട് ഇത്ര ചെയ്യാൻ താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും നമ്മളെ ഈ പരിപാടി കളറാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് പുഷ്പ പറഞ്ഞത് വേറെ അപ്പം അത് കണ്ടിട്ട് പരിപാടി നിർത്താണേ. നീ ഇത്ര സീരിയസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നിന്നെ ഇത്ര സീരിയസ് ആയല്ലേ ഇവൻ വെട്ടിച്ച് ചള്ളയാൻ വിളിക്കും. പറഞ്ഞു എല്ലാവർക്കും കലാശക്കോട്ട്. നേരെ നോക്കി അങ്ങോട്ട് പൂച്ചേ താഴെ എന്റെ ഫ്രണ്ടിൽ കയറിക്കുന്ന തലയിൽ പിഷു. എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറിക്കൂടാ. സ്ക്രീൻ കാണുന്നില്ലല്ലേ? എന്റെ മോണ്ടേജ് വർക്കല്ലേ? എന്റെ തുണ്ടുണ്ട് ഇടണേ. ഇതെന്താ ഉറൂസാ? ഇത് കയ്യിലില്ലേ? ഇത് ഇത്രയും വണ്ടി നമുക്കൊന്നും ഇല്ലേ വണ്ടി? ബ്രോ വണ്ടി വന്നതാണ്. ഇത് ലുഫിയുടെ വണ്ടിയാണ്. വണ്ടി ഇറങ്ങണം. ഇത് എന്റെ ലുഫിയുടെ വണ്ടിയാണ്. സൈഡ് ലുഫി വണ്ടി കയറും. അതിന് സൈഡ് എല്ലാ സൈഡ് എന്താണ് ഞങ്ങൾ വണ്ടി നോക്കിയിട്ട് എന്താണ് ലാസ്റ്റ് പരിപാടി? ഓടി പോകുന്ന ആദ്യമായിട്ട് ഒരു സർവർ ഇപ്പോ ആകാശ വിഷ്ണുവിനെ കാണിക്കാൻ പോണേ. കേരളത്തിൽ ആദ്യം എവിടെ നോക്കാം?
എവിടെയത്? അമ്പേ. എന്റെ പൊന്നോ, കത്തുന്നത്. എന്താ ഇത്? എന്താ തൃശ്ശൂർ പൂരോ? എടാ FMX ആ ചാനലിന്റെ ലിങ്ക് എനിക്കൊന്ന് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. എന്തോ ഇത്? കത്ത് വരുമ്പോ 83 ടെസ്റ്റ് ചെയ്ത് സ്റ്റേജിൽ കത്തിച്ചവര് എന്തോന്നോ ഇത് വെട്ടി പടക്കോ? ഓ മയില് ക്ലൈമാക്സ് ആയിട്ടേ ഓ എല്ലാം താന്ന് കേട്ടാ. അതൊക്കെ കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞില്ലേ? എടാ ഊക്കറെ കഴിഞ്ഞില്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ? കഴിഞ്ഞാ? ഓക്കെ ഓക്കെ. ഊക്കറെ പറ. ഊക്കറെ കഴിഞ്ഞാ? ഹലോ 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 ഹലോ. ആ കേക്കാം. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഫയർ വർക്ക് എന്ന് പറയുന്നത് കേരള 5M കമ്മ്യൂണിറ്റിയിൽ ഇത് ഫസ്റ്റ് ആണ്. കസ്റ്റമായിട്ട് ഡെവലപ്പേഴ്സ് കസ്റ്റമായിട്ട് ചെയ്ത കിട്ടിക്കാച്ച സാധനമാണ് ചെയ്തത്. അപ്പം ഈ കൊമ്പനി ലുഫിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മളോട് സഹായിച്ച ഡെവലപ്മെന്റ് മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവർക്കും കൊച്ചുകുഞ്ഞ് FMX ഞാൻ